ഖജനാവിൽ ചില്ലിക്കാശില്ല, കാശില്ല എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെ. ഒരു വഴിയും ഇനി സർക്കാരിന്റെ മുന്നിലില്ല. ഇതാണ് പിണറായി സർക്കാരിന്റെ ഒരു സ്റ്റാൻഡ്. പക്ഷേ മുഖ്യനും മന്ത്രിമാർക്കും ലോകം ചുറ്റാനും കോടികൾ ധൂർത്തടിച്ച കേരളീയവും നവകേരള സദസ് നടത്താനും ചികിത്സാ ചെലവിനുമൊക്കെ ഖജനാവിൽ എവിടെ നിന്നാണ് കാശ് വരുന്നത് എന്നതാണ് പൊതുജനത്തിന്റെ സംശയം. ഖജനാവിൽ എല്ലാം കാലിയായ സ്ഥിതിയാണെങ്കിൽ കൂടി ധൂർത്തിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. സർക്കാർ വലിയ വായിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന നവകേരള ബസ്സിൽ യാത്ര ചെയ്യാൻ ഇപ്പോൾ ഒരാൾ പോലുമില്ല എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ആളില്ലാത്തതിനാൽ നവകേരള ബസ് സർവീസ് മുടങ്ങിക്കിടക്കുന്നു. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ബസ്സിൽ ആളില്ലാത്തതിന്റെ പേരിൽ സർവീസ് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കുകയാണ്. ഒരാൾ പോലും ബുക്ക് ചെയ്യാത്തതിന്റെ പേരിൽ പല ദിവസങ്ങളിലും സർവീസ് നടത്തുന്നില്ല എന്ന് KSRTC തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ ജീവനക്കാരന്റെ ശമ്പളം പിടിച്ചുപറിക്കുന്ന കേരള സർക്കാരിന്റെ മുഖമുദ്ര തന്നെ ധൂർത്താണ്. കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ സാമ്പത്തിക നയം തന്നെ. 42,000 കോടി രൂപയാണ് DA കുടിശ്ശിക അടക്കം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പിണറായി സർക്കാർ കൊടുക്കുവാനുള്ളത്. ഇത്രയും തുക എങ്ങനെ നൽകാനാണ്? ഒരു വർഷം കടമെടുക്കാൻ പോലും അത്രയും തുക അനുവദിച്ചിട്ട് പോലുമില്ല എന്നോർക്കണം. സർക്കാരിന്റെ വരുമാനവും കേന്ദ്ര വരുമാനവും GST വിഹിതവും കടമെടുക്കുന്ന തുകയും ഉണ്ടെങ്കിൽ പോലും മാസങ്ങൾ പിന്നിടുമ്പോൾ സർക്കാർ പുതിയ പുതിയ ബാധ്യതകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അർഹതപ്പെട്ട ആളുകൾക്കുള്ള ശമ്പളവും പെൻഷനും ഒക്കെ ഏത് കാലത്ത് എപ്പോൾ എങ്ങനെ ലഭിക്കും? ഈ കഴിഞ്ഞ വർഷം വരെ റിട്ടയർ ചെയ്തു പോയവർക്കുള്ള ഗ്രാറ്റുവിറ്റി കുടിശ്ശികയും 4,000 കോടിയിലേറെയാണ്. ഇത് അവർക്ക് കിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് പോലും റിട്ടയർ ചെയ്തവർക്ക് പോലും അർഹമായ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇതിനൊക്കെ പുറമെ സർക്കാരിന്റെ വക ആഡംബര പരിപാടികളായ നവകേരള സദസ്സും കേരളീയവും ഒക്കെ നടത്തിയിട്ട് വിമർശനങ്ങളുടെ പെരുമഴ തന്നെയായിരുന്നു. എങ്കിലും അതൊന്നും തങ്ങൾക്ക് കൂസില്ല എന്ന നിലപാടിൽ തന്നെയുള്ള പോക്കാണ് പിണറായിയുടേത്. അതാ വീണ്ടും വരുന്നുണ്ട് ഈ വർഷവും കേരളീയം പരിപാടി. ഒരു വിട്ടുവീഴ്ചയ്ക്കും അതിൽ അവർ തയ്യാറല്ല. ഡിസംബറിൽ തന്നെ ഈ കേരളീയം ഉണ്ടാകും. അതിനു വേണ്ടിയുള്ള സ്പോൺസർഷിപ്പിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ മുഖ്യൻ. ഈ കഴിഞ്ഞ വർഷത്തെ കേരളീയം പരിപാടിയുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നോർക്കണം. എല്ലാം സ്പോൺസർഷിപ്പ് അല്ല എന്ന് സർക്കാർ അവകാശപ്പെട്ട പരിപാടിയായിരുന്നു കേരളീയം. പലതവണ വിവരാവകാശ നിയമപ്രകാരം സ്പോൺസർഷിപ്പ് കണക്കുകൾ ചോദിച്ചിട്ടും ബന്ധപ്പെട്ട വകുപ്പുകൾ അതിന് മറുപടി നൽകിയിട്ടില്ല എന്തും അടിവരയിട്ട് പറയുക തന്നെ വേണം. കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന വെറും 7 പരിപാടികൾക്ക് മാത്രം സർക്കാർ ചെലവാക്കിയത് 1,55,00,000 രൂപയാണ്. 1 കോടി വിവാദങ്ങളുടെ വേലിയേറ്റം തന്നെയാണ് പിണറായി സർക്കാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ്, രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള കലഹം, സർക്കാരിന്റെ ധൂർത്ത്, മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിലെ നിഗൂഢത എന്നിങ്ങനെ ഏറെയുണ്ട് വിഷയങ്ങൾ. സഹകരണ ബാങ്ക് തട്ടിപ്പ് ഇതിന്റെ കൂടെ നല്ല രീതിയിൽ പോകുന്നുമുണ്ട്. സാമൂഹിക പെൻഷൻ കുടിശ്ശികയിൽ സർക്കാർ ആകെ പ്രതിസ്ഥാനത്തുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തെ പഴിചാരി അധിക നാളൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. എത്ര നാൾ ഇവർക്കിങ്ങനെ കേന്ദ്രത്തെ പഴിചാരി മുന്നോട്ട് പോകാൻ സാധിക്കും? ജനങ്ങൾക്ക് അപ്രാപ്യം എന്ന വിമർശനം ഉള്ളപ്പോഴും പാർട്ടിയിലും മുന്നണിയിലും ചോദ്യം ചെയ്യപ്പെടാത്ത മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ പോയിക്കൊണ്ടേയിരിക്കുന്നു. പാവങ്ങളോടുള്ള വിദ്വേഷം ഒരു കാരണവശാലും കൈയൊഴിയില്ല എന്ന ഇടതുമുന്നണി സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. ഇതിനെല്ലാം പുറമെ ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യന്റെ ഒരു വാഗ്ദാനമുണ്ടായി. ക്ഷേമ പെൻഷൻ സർക്കാർ വർദ്ധിപ്പിക്കാൻ പോകുന്നത്രേ. എന്തിനാണ് എന്റെ പിണറായി ഇത്രയും നാൾ ജനങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? ഇതെല്ലാം കൂടി ഇത് എവിടെ കൊണ്ടേ വെക്കും നിങ്ങൾ?